ണ്ട് ക്രിസ്തുവിൽ തികഞ്ഞവരാകുക എന്നുള്ള ആ വിഷയത്തിലെ ആസ്പദമാക്കിയിട്ടാണല്ലോ നമ്മൾ ചിന്തിക്കുവാനിടയായി തീരുന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ തികഞ്ഞവരായി എന്നുള്ളതിൻ്റെ അടയാളമാണ് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ഈ നാളുകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ തികഞ്ഞവരായി എന്നുള്ളതിൻ്റെ അടയാളം എന്താണ്? ഒരു വൃക്ഷം ഫലം കായ്ക്കുന്നത് പോലെ ദൈവമക്കളുടെ ഫലത്തിൽ നിന്നും ദൈവമക്കളുടെ വളർച്ചയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിനോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ 2-ാം അധ്യായത്തിൽ ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, കർത്താവിന്റെ വല്ല കൂട്ടായ്മയും ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. അടുത്ത ഭാഗമാണ് ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല രാത്രിയിൽ ദൈവവചനവുമായിട്ട് ഞങ്ങൾ ദിവസത്തിലേക്ക് അടുത്തു വരുന്നു. തുടർന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ക്രിസ്തുവിൽ തികഞ്ഞവരാകുക എന്നുള്ള ചിന്താവിഷയം ഞങ്ങൾക്ക് പഠിക്കുവാൻ കൃപ നൽകണമേ. ഓരോ ദിവസവും ഞങ്ങൾ പഠിക്കുന്ന ഈ വിഷയങ്ങൾ ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ വളരുവാൻ, ക്രിസ്തുവിൽ വളരുന്ന ഒരനുഭവം ഓരോരുത്തർക്കും നൽകണമേ. ആത്മാവിൽ വളരുവാൻ, വിശ്വാസത്തിൽ വളരുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ, കർത്താവെ വിശ്വസ്തതയിൽ വളരുവാൻ, ദൈവകൃപയിൽ വളരുവാൻ ദൈവം ഞങ്ങളെ ഓരോ ദിവസവും സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന, ഈ വീഡിയോ കാണുന്ന അങ്ങയുടെ ജനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനു വേണ്ടി രാത്രി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കുന്ന അനുഭവം ഉണ്ടാകണമേ. ദൈവമേ, മീഡിയയിലൂടെയുള്ള ദാവേ ഈ മീറ്റിംഗ് അനുഗ്രഹിക്കണമേ. മീഡിയ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കട്ടെ. അശുദ്ധമായതെല്ലാം വഴിമാറി പോകട്ടെ. ഒരു ദൈവകൃപ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. കേൾവിക്കാരെ കൂട്ടിവരുത്തണം. കടന്നു വരുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. ഈ മീഡിയയിൽ ജോയിൻ ചെയ്യുന്ന, തുടർന്ന് കർത്താവെ ജോയിൻ ചെയ്യാനിരിക്കുന്ന, കേൾക്കാനിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവത്തിന്റെ ശബ്ദമല്ലാത്ത ഒരു ശബ്ദം പോലും അടിയന്റെ നാവിൽ നിന്ന് പുറപ്പെടുവാൻ ദൈവം അനുവദിക്കരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കാലാവസ്ഥ അനുകൂലമാക്കും. ദൂതന്മാർ ഇറങ്ങി ശുശ്രൂഷിക്കുന്ന അനുഭവം ഉണ്ടാകും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനൊരു പകർച്ചയുണ്ടാകും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. കർത്താവ് നമ്മളെ ഇന്ന് രാത്രി ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചിന്തിച്ച വിഷയം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുവാൻ ഇടയായി തീർന്നത്. നമ്മുടെ ചിന്താവിഷയം ക്രിസ്തുവിൽ തികഞ്ഞവരാകുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ തികഞ്ഞു എന്നുള്ളതിന്റെ അടയാളം, അല്ലെങ്കിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളം ആ വ്യക്തിയിൽ നിന്നും പുറപ്പെടുന്ന ഫലങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഒരു ദൈവ പൈതലിന്റെ ഫലകരമായ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഫലങ്ങളിൽ പെടുന്ന സ്വഭാവ മാറ്റമാണ് വളർച്ചയുടെ പടി എന്ന് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ ഇവിടെ ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ഭാവം എന്ന് നമുക്ക് ഇവിടെ എടുത്ത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറയുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ആ ദൈവത്വത്തെയും യേശുക്രിസ്തുവിന്റെ ആ മനോഭാവത്തെയും എടുത്തു വെളിപ്പെടുത്തുന്ന ഭാഗമാണ് 2-ാം അധ്യായത്തിലെ 11 മുതലുള്ള 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ ഭാവം എന്തായിരുന്നു? അപ്പൊ യേശുക്രിസ്തുവിന്റെ മനോഭാവം എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ ആ മനസ്സലിവ്, യേശുക്രിസ്തുവിന്റെ ആർദ്രത, യേശുവിന്റെ ദയ, യേശുക്രിസ്തുവിന്റെ ആ ക്ഷമ, യേശുക്രിസ്തുവിന്റെ വിനയം,
അപ്പൊ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ മനോഭാവം, ആ ഭാവം തന്റെ ശിഷ്യരിൽ ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കാനിടയായിരുന്നത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു എങ്കിൽ ലോകം നിങ്ങളെ എൻ്റെ ശിഷ്യർ എന്ന് അറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ക്രിസ്തുവിന്റെ മനസ്സ് ഉള്ളവരായിരിക്കണമെന്ന് കർത്താവ് തന്നെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ സുവിശേഷ യേശുക്രിസ്തുവിന്റെ പ്രവർത്തന ജീവിത സാഹചര്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞതായ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾ ചെയ്യണം? അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ സ്വഭാവം അല്ലെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞ രീതിയിലനുസരിച്ച് നമുക്കൊരു പ്രബോധനമുണ്ട്, കൂട്ടായ്മയുണ്ട്, ആർദ്രതയുണ്ട്, മനസ്സലിവുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം? ഒന്ന്, നിങ്ങൾ ഏക മനസ്സുള്ളവരായിരിക്കണം. രണ്ട്, ഏക സ്നേഹമുള്ളവരായിരിക്കണം. അടുത്തത് ഐക്യമത്യപ്പെട്ട്, അടുത്തത് ഏകഭാവമുള്ളവരായി. ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളട്ടെ. അപ്പൊ ഈ ജീവിതത്തിൽ, ഈ നമ്മുടെ ഭൂമിയിലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പ്രവർത്തിക്കേണ്ട മണ്ഡലങ്ങൾ അല്ലെങ്കിൽ മേഖലകൾ കർത്താവ് നമുക്ക് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. എങ്ങനെയാണ്? ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട്, ഐക്യമത്യപ്പെട്ട്, ഏകഭാവമുള്ളവരായി. കണ്ടോ? അങ്ങനെ ഷാഢ്യത്താലല്ല, ദുരഭിമാനത്താലല്ല, താഴ്മയോടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികളിലാണ് നമ്മുടെ വളർച്ചയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ എങ്ങനെയരുത്? ദുരഭിമാനത്തോടെ അരുത്, ഷാഢ്യത്തോടെ അരുത്. എങ്ങനെ ചെയ്യണം? താഴ്മയോടെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അത് പ്രബോധനമാണെങ്കിൽ, ആർദ്രതയാണെങ്കിൽ, മനസ്സലിവാണെങ്കിൽ, അത് കൂട്ടായ്മയാണെങ്കിൽ, ഈ പ്രബോധനമോ സ്നേഹത്തിന്റെ വല്ല ആശ്വാസ വാക്കുകളോ എന്താണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രിസ്തു ശിഷ്യന്റെ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം? ദൈവത്തിന്റെ വചനം നമ്മൾ വായിച്ചതുപോലെ താഴ്മയോടെ ആയിരിക്കണം, ഏക മനസ്സോടെ ആയിരിക്കണം, ഏകഭാവത്തോടെ ആയിരിക്കണം, ഐക്യതയോടെ ആയിരിക്കണം എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എടുത്തു പറയുന്നു. എന്നിട്ട് അടുത്തത് പറയുകയാണ്, ക്രിസ്തുവിൽ വളരുന്ന ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം? മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളും. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കണം. പ്രൈസലോ. അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. വളരുന്ന ഒരു ദൈവത്തിനോടാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങൾ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കണം. പ്രൈസലോ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുന്ന സമയത്ത് ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഗലാത്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നു. അപ്പോൾ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ.
ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങളാണ് ഞാൻ ഇവിടെ വായിക്കുവാനിടയായി തീർന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ പരിശുദ്ധാത്മാവിൽ എഴുതുകയാണ്. ഒരിക്കൽ ജഡത്തിൽ അഭിമാനിച്ച് ജീവിച്ച പൗലോസ്, ധനത്തിൽ അഭിമാനിച്ച് ജീവിച്ചിരുന്ന പൗലോസ്, തന്റെ ഡിഗ്രിയിൽ അഭിമാനിച്ച് ജീവിച്ചിരുന്ന പൗലോസ്, തന്റെ പാരമ്പര്യത്തിൽ അഭിമാനിച്ചും അഹങ്കരിച്ചും ജീവിച്ചിരുന്ന, തന്റെ അധികാരത്തിൽ അഹങ്കരിച്ചും അഭിമാനിച്ചും ജീവിച്ചിരുന്ന അപ്പോസ്തലനായ പൗലോസ് ശൗൽ. അദ്ദേഹം പൗലോസ് ആയതിനു ശേഷം, ക്രിസ്തുവിന്റെ ശിഷ്യനായതിനു ശേഷം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശൗൽ എന്ന ഞാൻ, പൗലോസ് എന്ന ഞാൻ ക്രൂശിക്കപ്പെട്ടു. ഇനി ജീവിക്കുന്നത് ആരാ? ക്രിസ്തുവിന്റെ ശിഷ്യനായ പൗലോസ്. ഇനി ജീവിക്കുന്നത് ആരാ? അതെ, ക്രിസ്തുവിന്റെ സഹോദരനായ, ക്രിസ്തുവിന്റെ ശിഷ്യനായ പൗലോസ്. അപ്പോൾ ആ ക്രൂശിക്കപ്പെട്ടു പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ട് ആ പൗലോസ് എഴുതിയത്, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ വന്ന മാറ്റം പൗലോസിന്റെ ലേഖനങ്ങളിൽ ഉടനീളം നമുക്ക് കാണിച്ചു തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും അപ്പോസ്തലനായ പൗലോസിന്റെ വളർച്ച, അത് മറ്റുള്ളവരെ വളർത്തുവാനായിട്ടുള്ള ലേഖനങ്ങളിലൂടെ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് എടുത്തിവിടെ പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്കായിട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ അതേ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ജീവിക്കേണ്ടതിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വന്തം ജീവനെ കാൽവരി ക്രൂശിൽ അർപ്പണം ചെയ്തു. അപ്പൊ യേശു കാൽവരിയിൽ തന്റെ ജീവൻ അർപ്പണം ചെയ്തത്, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ തന്റെ ജീവൻ യാഗമാക്കിയത്, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത് എന്തിനു വേണ്ടിയാണ്? നാം ഇനി നമുക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പണം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അപ്പൊ യേശു സ്വന്തം ഗുണം നോക്കുകയായിരുന്നു എങ്കിൽ, നമുക്കറിയാം അന്ന് യഹൂദ പ്രമാണിമാർ അല്ലെങ്കിൽ യഹൂദ പ്രമാണിമാർ യേശുവിനെ പിടിക്കുവാനായിട്ട് പടയാളികളെ പറഞ്ഞയക്കുമ്പോൾ ആ പടയാളികൾ കടന്നു വരുന്ന സമയത്ത് യേശുവിന് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറാമായിരുന്നു. നമുക്കറിയാം ആ ഗദസമയിലെ പ്രാർത്ഥനയിൽ യേശു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകം ഇങ്ങനെയാണല്ലോ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കിത്തരണം, പക്ഷെ എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ. അപ്പോൾ യേശുവിന് പല രീതിയിൽ ഒഴിഞ്ഞു മാറാമായിരുന്നു ഈ യാഗത്തിൽ നിന്ന്. പക്ഷേ യേശു തന്നെ വെളിപ്പെടുത്തി, ഞാൻ വന്നത് ഈ യാഗത്തിന് വേണ്ടിയാ. എന്തിനാ? ഞാനും നിങ്ങളും അതേ ലോകത്തിൽ കർത്താവ് നമ്മൾക്ക് വേണ്ടി സ്വന്തം ജീവനെ അർപ്പിച്ചതുപോലെ, നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി കഷ്ടതകളെ സഹിച്ചതുപോലെ, നമ്മുടെ പാപത്തിന് പരിഹാരമായി നമ്മളെ വീണ്ടെടുത്തതുപോലെ, നഷ്ടപ്പെട്ടു പോകുന്ന അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ സ്വന്തം ഗുണം നോക്കിയല്ല. അതാണ് യേശു പഠിപ്പിച്ചത്. ചെന്നായ്ക്കളുടെ ഇടയിൽ അല്ലെ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് യേശു പറഞ്ഞു അല്ലെ. അപ്പോൾ സ്വന്തം ഗുണമല്ല, എന്തിനാണ്? മറ്റുള്ളവർ അതേ രക്ഷ പ്രാപിക്കേണ്ടതിന്, അല്ലെങ്കിൽ മറ്റുള്ളവർ ക്രിസ്തുവിൽ വളരേണ്ടതിന്, മറ്റുള്ളവർ അതേ അനുഗ്രഹിക്കപ്പെടേണ്ടതിന്. എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളിൽ ഒരുത്തനായ എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നുണ്ട്. എന്തിനാ? നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും തികഞ്ഞവരായി വളരേണ്ടതിന്. അപ്പോൾ ക്രിസ്തുവിൽ നിങ്ങൾ തികഞ്ഞവരാകേണ്ടതിന്, ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണരാകേണ്ടതിന് അപ്പോസ്തലനായ പൗലോസ് എപ്പഫ്രാസിനെ കുറിച്ച് പറയുകയാണ്, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? ദൈവഹിതം സംബന്ധിച്ചതൊക്കെയും നിങ്ങൾ തികഞ്ഞവരാകേണ്ടതിന്. അപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ തികഞ്ഞവരാകേണ്ടതിന് പ്രാർത്ഥിക്കുന്ന എപ്പഫ്രാസ്. അപ്പൊ ഇന്ന് പലപ്പോഴും
നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പലപ്പോഴും നമുക്ക് വരുമാന മാർഗങ്ങൾ ലഭിക്കേണ്ടതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കും, അല്ലെ? സാമ്പത്തികമായ നന്മകൾക്ക് വേണ്ടിയുള്ള, ഭൗതികമായ നന്മകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരിക്കും കൂടുതലുള്ളത്. പക്ഷെ ക്രിസ്തുവിൽ തികഞ്ഞവരാകണമെങ്കിൽ യഥാർത്ഥത്തിൽ എപ്പഫ്രാസ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ ഭാഗം, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമൊക്കെ ഫിലിപ്പി ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ തികഞ്ഞവരാകണമെങ്കിൽ അവിടെ ഏറ്റവും ആവശ്യമായ പ്രാർത്ഥന എന്തായിരിക്കണം? യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ഒരു ഭാഗം ഇങ്ങനെയുണ്ട്. എങ്ങനെയാണ്? പ്രലോഭനത്തിൽ വീഴാതെ ഞങ്ങളെ കാക്കണമേ, ദുഷ്ടന്റെ കൈകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ദാവീദ് പഴയ നിയമത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. 27-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയാമോ? എന്റെ ശത്രുക്കൾ എന്റെ മുമ്പിലുള്ളത് കൊണ്ട് കർത്താവേ, നേരെയുള്ള പാതകളിൽ എന്നെ വഴി നടത്തണമേ. അപ്പൊ ശത്രുക്കളുടെ നടുവിൽ, എന്നെ എതിർക്കുന്നവരുടെ നടുവിൽ, എന്നെ പകയ്ക്കുന്നവരുടെ നടുവിൽ ഞാൻ വളരാതിരിക്കുവാൻ, ഞാൻ ഉയരാതിരിക്കുവാൻ, ഞാൻ നന്മ പ്രാപിക്കാതിരിക്കുവാൻ, എനിക്ക് വിരോധമായി പലരും മന്ത്രവാദം ചെയ്യുമ്പോൾ, അഭിചാരം ചെയ്യുമ്പോൾ, ക്ഷുദ്രപ്രയോഗം ചെയ്യുമ്പോൾ, എനിക്ക് വിരോധമായി പിറുപിറുക്കുമ്പോൾ, എനിക്ക് വിരോധമായി പരിഹസിക്കുമ്പോൾ, ആ പരിഹാസികളുടെ നടുവിൽ കർത്താവെ, നേരെയുള്ള പാതകളിൽ എന്നെ നടത്തണമേ എന്ന് പറഞ്ഞാൽ, അവർ പരിഹസിക്കുമ്പോൾ അവരുടെ പരിഹാസത്തിന് അവരെ പോലെ മറുപടി പറയുന്നവരായിട്ടല്ല, അവരുടെ നടുവിൽ ആത്മസംയമനമുള്ളവനായി അവരുടെ നടുവിൽ അതേ ദൈവ സ്വഭാവം വെളിപ്പെടുത്തുന്നവരായി ജീവിക്കുക. അതാണ് നേരെയുള്ള പാതകളിൽ എന്നെ നടത്തണമേ എന്ന് ദാവീദ് 27-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന. അപ്പോൾ ശത്രുക്കളുടെ നടുവിൽ നേരെയുള്ള പാതകളിൽ എന്നെ നടത്തണം. അപ്പം അവരുടെ നടുവിലും നേരെ നടക്കുവാനാണ് ദാവീദ് ആഗ്രഹിച്ചത്. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയിലും എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയിലും അവിടെ പറയുന്ന ഒരു കാര്യങ്ങൾ, നിങ്ങൾ ദൈവഹിതം സംബന്ധിക്കുകയും പൂർണ്ണ നിശ്ചയമുള്ളവരായി അല്ലെങ്കിൽ തികഞ്ഞവരാകേണ്ടതിന് അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. ഈ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ അതേ, പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് സുബോധം എന്തിനാ? അപ്പോൾ പ്രാർത്ഥിക്കേണ്ട വിഷയം എന്താണ്? പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താണ്? പ്രാർത്ഥിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ്? പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ്? പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് എന്ന് ഒരു ബോധ്യതയോടെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഇടയായിത്തീരണം. അപ്പൊ യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണ്? യേശുക്രിസ്തു പ്രാർത്ഥനയെ കുറിച്ച് നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു പ്രാർത്ഥനയിൽ നമുക്കൊരു മാതൃകയാണ്. യേശുക്രിസ്തു പ്രാർത്ഥനയിൽ നമ്മുടെ ഗുരുവാണ്. യേശു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പ്രാർത്ഥിക്കണമെന്ന് യേശു നമ്മളോട് ആവശ്യപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇല്ലേ? പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകേണ്ടതിനും ഇവർ മാത്രമല്ല ഇവരുടെ വചനം കേട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്ന സകലർക്കും വേണ്ടി യേശു പ്രാർത്ഥിച്ചു. അപ്പം മധ്യസ്ഥ പ്രാർത്ഥന ലോകം മുഴുവനു വേണ്ടി യേശു പ്രാർത്ഥിച്ചു, മറ്റുള്ള ശിഷ്യന്മാർക്ക് വേണ്ടി. അപ്പൊ ഈ പ്രാർത്ഥനയുടെ വിവിധ മുഖങ്ങൾ യേശു നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ നമ്മുടെ വിഷയം അതല്ലല്ലോ, അങ്ങോട്ട് കൂടുതൽ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അങ്ങോട്ട് കടന്നാൽ സമയം വേഗത്തിൽ വളരെ മുന്നോട്ട് പോകുവാനിടയായി തീരും. അപ്പൊ ഞാൻ പറഞ്ഞത്, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ നമുക്ക് ആവശ്യമാണ്, പ്രാർത്ഥിക്കുന്നവർ നമുക്ക് ആവശ്യമാണ്. നമ്മള് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിന് 35-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിക്കണം. ആ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ സംഭവിപ്പാൻ ഉള്ളതെല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിനും സദാകാലവും നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുവിൻ. അപ്പോൾ മനുഷ്യപുത്രന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടവരാണ്. അപ്പോൾ ആ നിൽക്കാനുള്ളൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്
ഡോക്ടറേറ്റോ BDയോ MDയോ അല്ലെങ്കിൽ MTHോ അല്ലെ BDയോ BTHോ ഡിപ്ലോമയോ ഒന്നുമല്ല, സർട്ടിഫിക്കറ്റുകളൊന്നുമല്ല. മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ നിങ്ങൾ യോഗ്യതയുള്ളവരാകണമെങ്കിൽ കർത്താവ് പറഞ്ഞു, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനുമല്ല എന്റെ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നവരത്രേ അത് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനിടയായി തീരുന്നത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റിനൊന്നുമല്ല വില, ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ കർത്താവ് പഠിപ്പിച്ചു, അതേ സ്വർഗീയ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തെ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്, ജീവിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ വായിച്ച ഒരു ഭാഗം ഇങ്ങനെയാണ്. അവിടെ നിന്നാണല്ലോ നമ്മൾ തിരിഞ്ഞു വന്നത്, ഈ പ്രാർത്ഥനയിലേക്കൊക്കെ വന്നത് നമ്മൾ അവിടുന്ന്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-21 നമ്മൾ വായിച്ചിട്ടാണ് അവിടുന്ന് തിരിഞ്ഞു വന്നത്. അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ പൗലോസിന് വന്ന മാറ്റം എന്തായിരുന്നു? പൗലോസിന് വന്ന മാറ്റം, പൗലോസ് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വഭാവത്തിന് മാറ്റം വരും. ഇന്നത്തെ ആത്മീക മൂല്യച്യുതിക്ക് കാരണം എന്ന് നമ്മൾ കണ്ടെത്താൻ പരിശ്രമിച്ചാൽ അല്ലെങ്കിൽ പഠിച്ചാൽ ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പലപ്പോഴും പലരും ക്രൂശിക്കപ്പെടുന്നില്ല. ഇന്ന് പലപ്പോഴും മാനസാന്തരത്തിന്റെ അനുഭവം വ്യക്തമായിട്ട് ഓരോരുത്തരിലും വരുന്നില്ല, നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു സഭയിൽ അംഗമാകുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. മരിച്ചാൽ കുഴിച്ചിടണം, വിവാഹം നടക്കണം, കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കണം, മരിച്ചാൽ കുഴിച്ചിടാൻ ഒരു ശവക്കോട്ട വേണം. അപ്പോൾ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കേണ്ടത്, ഒരു സംഘടനയിൽ നിൽക്കേണ്ടത്, ഒരു സഭയിൽ നിൽക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പലരും ഒരു സഭയിൽ ചേരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സഭയുടെ ചിട്ട അല്ലെങ്കിൽ സഭയുടെ കൽപ്പനകൾ, സഭയുടെ പ്രമാണം എന്താണ്? സ്നാനപ്പെടണം എന്നുള്ളതാണ് സഭയിൽ ചേരണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് പലരും സ്നാനപ്പെടുന്നവരായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പലപ്പോഴും പലരുടെയും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തില് പല കാര്യങ്ങൾ ദൈവം സാധിപ്പിക്കും എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് വരുന്നവരുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ കാര്യങ്ങളൊക്കെ ദൈവം സാധിപ്പിക്കുന്നുണ്ട്, രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്നുണ്ട്, പല കാര്യങ്ങൾ ദൈവത്തിൽ നിന്നും പലരും പ്രാപിക്കുന്നുണ്ട്. പക്ഷേ പലതും ദൈവത്തിന് കൊടുക്കുന്നവരുമുണ്ട്, ദശാംശം കൊടുക്കുന്നവരുണ്ട്, ഓഹരികൾ കൊടുക്കുന്നവരുണ്ട്, വസ്തുവകകളിൽ നിന്ന്, സമ്പത്തുകളിൽ നിന്ന് കൊടുക്കുന്നവരുണ്ട്. ഒക്കെ ശരിയാ. പക്ഷെ മാനസാന്തരത്തിന്റെ ആ അനുഭവം അല്ലെങ്കിൽ ആ അവസ്ഥ തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പൗലോസോട് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനം മുഴുവൻ നമ്മൾ പഠിച്ചാൽ വിശുദ്ധിയെക്കുറിച്ചും വിശ്വസതയെക്കുറിച്ചും സത്യസന്ധതയെക്കുറിച്ചും ശുശ്രൂഷകളെക്കുറിച്ചുമാണ് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. യേശുവിന്റെ സുവിശേഷത്തിന്റെ കാതലായ വിഷയം നിത്യതയായിരുന്നു, ദൈവരാജ്യമായിരുന്നു, നിത്യജീവനായിരുന്നു യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ കാതലായ വിഷയം. അതുതന്നെയാണ് അപ്പോസ്തലനായ പൗലോസും പഠിപ്പിക്കുന്നത്, ദൈവരാജ്യം അല്ലെങ്കിൽ നിത്യത എന്നുള്ളതാണ്. അപ്പോൾ ആ നിത്യതയിൽ എത്തിച്ചേരണമെങ്കിൽ, സ്വർഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ, സ്വർഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഒരു ദൈവവിതലിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനത്തിൽ 13 ലേഖനം എടുത്താലും അതിനകത്ത് വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. കുറിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, 10-ാം അധ്യായത്തിന്റെ 1 മുതൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ ഉപമിച്ചിട്ട് അപ്പോസ്തലനായ പൗലോസ് അവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചിട്ടില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങളിൽ ദൈവം പ്രസാദിക്കാതെ ഇരിക്കാതിരിക്കുവാൻ, അല്ലെങ്കിൽ ദൈവം നിങ്ങളിൽ പ്രസാദിക്കേണ്ടതിന് നിങ്ങൾ അവരെ പോലെ ആകരുത് എന്ന് വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അവരുടെ സ്വഭാവത്തെക്കുറിച്ചും അവിടെ എടുത്തു പറയുന്നുണ്ട്. അവരെല്ലാവരും ഒരേ
ആത്മീക പാനീയം കുടിച്ചവരായിരുന്നു, ഒരേ അപ്പം ഭക്ഷിച്ചവരായിരുന്നു. പക്ഷേ ആ ക്രിസ്തുവെന്ന ആ പാറയിൽ നിന്നും അവർ കുടിച്ചവരായിരുന്നു. പക്ഷേ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. കാരണം എന്താ? അതിന്റെ കാരണം ഞാൻ സത്യത്തിൽ ആ വാക്യം എടുത്തു വെച്ചിട്ടല്ല ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചത്. ഞാനത് വായിച്ച എന്റെ ഓർമ്മയിൽ നിന്നും ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുകയാണ്. കൊരിന്ത്യർ ലേഖനത്തിലെ 10-ാം അധ്യായം. അപ്പോൾ അവിടെ അവരിൽ ദൈവം പ്രസാദിക്കാതിരുന്നതിന്റെ കാരണം എന്താണ്? അവർ ഇസ്രായേലിയരല്ലേ? അതെ. മോശയോടുകൂടെ ചെങ്കടൽ കടന്നവരല്ലേ? അതെ. ഒരേ ആത്മീക ഭക്ഷണം കഴിച്ചവരല്ലേ? അതെ. പാനീയം കുടിച്ചവരല്ലേ? അതെ. ക്രിസ്തു എന്ന പാറയെ ആ പാറ ക്രിസ്തുവാകുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ, ആ ചെങ്കടലിലൂടെ കടന്നത് സ്നാനത്തിന് മുൻകുറി എന്ന് പറയുമ്പോൾ, മോശയോട് ചേർന്ന് ഇടയനായ മോശയെ അനുസരിച്ച് നടന്നെങ്കിലും അവിടെ പറയുന്നു ദൈവം അവരിൽ മിക്ക പേരിലും പ്രസാദിക്കാതിരുന്നതിന്റെ കാരണം എന്താ? 5-ാമത്തെ വാക്യം മുതൽ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു. അവരുടെ സ്വഭാവത്തിന്റെ ദൂഷ്യം, മാനസാന്തരത്തിന്റെ ഫലങ്ങൾ അവരിൽ ഉണ്ടായിരുന്നില്ല. മാനസാന്തര ജീവിതം അവരിൽ ഉണ്ടായിരുന്നില്ല. അവർ പിറുപിറുത്തു, അവർ വിഗ്രഹത്തെ ആരാധിക്കാൻ കടന്നുപോയി, അവർ പിറുപിറുക്കുവാനിടയായി തീർന്നു, വിഗ്രഹാരാധികളായി തീർന്നു, അപ്പോൾ അഹങ്കാരികളായി തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതേ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവർ വീഴാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളണം. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ ദൈവം മാറ്റിക്കളഞ്ഞെങ്കിൽ നമ്മെയും ഒരുപക്ഷെ മാറ്റിക്കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അപ്പോൾ ക്രൂശിക്കപ്പെട്ടു എങ്കിൽ ആ മാനസാന്തരത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പ്രസംഗത്തിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരുവാനിടയായി തീരും. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുവാനിടയിൽ തരുന്നത്. ആ വാക്യമാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ ഫിലിപ്പി ലേഖനത്തിലെ 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. ഷാഠ്യത്താൽ ചെയ്യരുത്, ദുരഭിമാനത്താൽ ഒന്നും ചെയ്യരുത്. താഴ്മയോടെ ഒരുത്തൻ മറ്റുള്ളവനെ തന്നെത്താൻ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊണ്ട് ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ക്രൂശിക്കപ്പെട്ട പൗലോസ് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ മാനസാന്തര അനുഭവത്തിന്റെ ജീവിതയാത്രയിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ആ കാര്യങ്ങൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് മാറ്റം വരണമെങ്കിൽ അവിടെയാണ് നമ്മുടെ പ്രാരംഭ ചിന്താ വിഷയത്തിൽ കാതലായ വിഷയം കിടക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ വളരണമെങ്കിൽ, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി, ഭാവമുള്ളവരായി, ആത്മാവുള്ളവരായിട്ട് വളരുവാൻ കഴിയണമെങ്കിൽ അതിന്റെ പ്രാരംഭ സ്റ്റെപ്പ്, അതിനാണ് യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്, പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്ന ഒരു ഭവനം. അപ്പോൾ ആ പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്ന ഭവനത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ചൂട് തട്ടിയാൽ, വെയില് തട്ടിയാൽ, കാറ്റടിച്ചാൽ, നല്ല മഴ പെയ്താൽ ആ പാറപ്പുറത്ത് പണിത വീട് പെട്ടെന്ന് തന്നെ വീഴത്തില്ല. പക്ഷെ മണലിൽ പണിത വീട്, മണ്ണിൽ പണിത വീടിനൊരു പ്രത്യേകതയുണ്ട്. അതൊരു കാറ്റടിച്ചാൽ, നല്ല വെള്ളം മഴ പെയ്താൽ, അല്ലെ, നല്ല വെയില് തട്ടിയാൽ ഒക്കെ അതിൽ മാറ്റങ്ങൾ സംഭവിക്കുവാനിടയായി തീരും. അപ്പോൾ ഇവിടെ പാറമേൽ ആഴെ കുഴിച്ച്, അതും പറഞ്ഞിട്ടുണ്ട് അല്ലെ, ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനപ്പെട്ട് പണിയുന്ന ആ ഭവനം അല്പം കാറ്റടിച്ചാലും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആഞ്ഞടിച്ചാലും വീണു പോകുവാനായിട്ട് ഇടയായി തീരുകയില്ല. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, അങ്ങനെ ആ പാറമേൽ അടിസ്ഥാനമിട്ട് പണിത ഒരു ഭവനം പോലെ, അതാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ അടിസ്ഥാനത്തിൽ വളരുന്ന ഒരു ദൈവവൈതൽ,
ആ ദൈവത്തിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കും, വളർച്ചകൾ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ആത്മീക വളർച്ചയുടെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് അമേരിക്കയിൽ പോകുന്നതോ, ഇറ്റലിയിൽ പോകുന്നതോ, ജർമ്മനിയിൽ പോകുന്നതോ, UK പോകുന്നതോ, കാനഡയിൽ പോകുന്നതോ, മറ്റു രാജ്യങ്ങളിൽ പോകുന്നതോ അല്ല. പ്രസിഡന്റോ സെക്രട്ടറിയോ ഖജാൻജിയോ ആകുന്നതോ ആണോ? അല്ല. വളർച്ചയുടെ പടികൾ ഏക്കർ കണക്കിന് എസ്റ്റേറ്റുകൾ വന്നു, കാർ ലഭിച്ചു, വീട് ലഭിച്ചു, നമുക്ക് അധികാരം ലഭിച്ചു, പദവികൾ ലഭിച്ചു. ഇതാണോ വളർച്ചയുടെ പടികൾ? അല്ല. വളർച്ചയുടെ പടി എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിന്റെ മാറ്റമാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആ സ്വഭാവത്തിന്റെ രൂപാന്തരമാണ് വളർച്ചയുടെ പടികൾ. വളർച്ച എന്ന്, ആത്മീക വളർച്ച എന്ന് വിശുദ്ധ വേദപുസ്തകവും നമ്മളെ പഠിപ്പിക്കുന്നത്, ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്, അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഭാഗങ്ങൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ചാൽ വരുന്ന മാറ്റങ്ങൾ സ്വഭാവത്തിൽ വരുന്ന മാറ്റമാണ്. അപ്പൊ സ്വഭാവത്തിൽ മാറ്റം വരണമെങ്കിൽ പ്രാരംഭപ്പടി, അവിടെയാണ് നമ്മൾ ക്രിസ്തുവിൽ വളരുക എന്നുള്ള പ്രാരംഭപ്പടി നമ്മൾ ചിന്തിച്ചത്, അല്ലെ? ഒരുവൻ ക്രിസ്തുവിൽ വളരണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന്, ക്രിസ്തുവിൽ ആകണം, ക്രിസ്തുവിൽ ജനിക്കണം. രണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. സ്വന്തം ബുദ്ധി കൊണ്ടോ, കഴിവ് കൊണ്ടോ, പണം കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ, ഡിഗ്രികൾ കൊണ്ടോ ആർക്കും വളരാൻ കഴിയത്തില്ല. ക്രിസ്തുവിൽ വളരാൻ കഴിയത്തില്ല. കഴിവുണ്ടെങ്കിൽ ഗിന്നസ് പേര് കൊണ്ടുവരാം, ഗിന്നസ് ബുക്കിൽ പേര് കൊണ്ടുവരാം. അപ്പൊ പണമുണ്ടെങ്കിൽ, പേരുണ്ടെങ്കിൽ പലയിടത്തും നമുക്ക് വളർച്ച കൊണ്ടുവരാം, വളരാം, പല കാര്യങ്ങളിലും ലോകപ്രകാരം വളരാം. പക്ഷെ ആത്മാവിൽ ആത്മീക വളർച്ച ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളവർക്കേ അത് കഴിയത്തുള്ളൂ. അതിന് ഒന്നാമത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. രണ്ട്, ജഡത്തിന്റെ പ്രവൃത്തികളെ ആത്മാവിനെ കൊണ്ട്, പരിശുദ്ധാത്മാവിനെ കൊണ്ട് മരിപ്പിക്കണം. അപ്പോൾ നമ്മുടെ അവയവങ്ങളെ ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് സമർപ്പിക്കാതെ, പാപത്തിന് സമർപ്പിക്കാതെ, നീതിയുള്ള ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. അത് പ്രാരംഭപ്പടിയാണ്. ഈ പ്രാരംഭ പടിയില്ലെങ്കിൽ എന്തു സംഭവിക്കും? വളരുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു അടിസ്ഥാനമിട്ട് വീട് പണിയുന്നവർക്കറിയാം, ആദ്യം ഫൗണ്ടേഷൻ എടുത്ത് മൂലക്കല്ലിട്ട് ആ കല്ലിന്മേൽ ചേർത്ത് വെച്ച് ഫൗണ്ടേഷനിൽ തറ പണിത്, ആ തറയുറച്ച് അതിന്മേൽ സ്റ്റെപ്പായിട്ട് കട്ട കെട്ടി വീട് പണിത് വാർത്ത് അതിനകത്ത് മനോഹരമായിട്ട് താമസിക്കാനായിട്ട് കഴിയും. ഫൗണ്ടേഷൻ ഇല്ലാതെ, തറയില്ലാതെ വീട് കെട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അടിസ്ഥാനം എപ്പോഴും ഉണ്ടാകണം. അപ്പൊ അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? അപ്പൊ എന്തോന്ന് കൊണ്ടൊന്നും രസം വരുത്താൻ പറ്റത്തില്ല, അത് വീണുപോയാൽ പോയതാ. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാനമില്ലെങ്കിൽ വീണുപോകും. അടിസ്ഥാനമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ വന്നാലും നിലനിൽക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ അടിസ്ഥാനമിട്ട് വളരണം. അതിനാണ് ദൈവം ഈ സഭകളിൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്ന അടിസ്ഥാനത്തിൽ സഭയെ പണിതിരിക്കുന്നത്. ഒരു മാതാവിനും പിതാവിനും കുഞ്ഞിനെ നൽകുന്നത് ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കുവാനാണ്. ദൈവഭയത്തിൽ വളർത്തി വലുതാക്കി ക്രിസ്തുവിൽ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഒരു മാതാവിനും പിതാവിനും കുഞ്ഞിനെ നൽകുന്നത് പോലെ ഈ ഭൂമിയിലെ ദൈവസഭയിൽ അതേ ദൈവം ഒരു വ്യക്തിയെ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി ദൈവം സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നുള്ള വചനം പഠിപ്പിക്കുമ്പോൾ അവിടെ ഒരു ദൈവജനയെ വളർത്തിയെടുക്കുവാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാർ, ക്രിസ്തു എന്ന തലയോളം തന്റെ ജനം വളർച്ച പ്രാപിക്കേണ്ടതിന് ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാരുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും പ്രാർത്ഥന കഴിച്ചും അതെ കൂട്ടായ്മ ആചരിച്ചും അപ്പം മുറുക്കിയും പോന്ന ദൈവ മക്കൾ ആദിമ നൂറ്റാണ്ടിൽ കൃപ അവരിൽ മേൽ പെരുകിക്കൊണ്ടിരുന്നു, കൃപ വളർന്നുകൊണ്ടിരുന്നു. മുട്ടുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല. അനന്യാസും സഫീറയും അത് നമുക്കറിയാം, പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ ഭയപ്പെട്ടു മരിച്ചു വീഴുവാനിടയായി തീർന്നു. അപ്പൊ ദൈവകൃപയുടെ അളവറ്റ വലിപ്പം അന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ അന്ന് ദൈവജനത്തിനൊരു ദൈവഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നെന്താ സംഭവിക്കുന്നത്? ഇന്ന് നമ്മൾ എത്ര തമ്പേറടിച്ചാലും, എത്ര കീബോർഡ് വായിച്ചാലും, നൃത്തം ചെയ്ത് തുള്ളിച്ചാടിയാലും, ആരാധന കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ സ്വഭാവത്തിന് മാറ്റം വരികയല്ലേ? ആരാധന കഴിഞ്ഞ് ആരാധന ആലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എന്താ? ഇനി പുറത്തിറങ്ങണ്ട, ആരാധന കഴിഞ്ഞ് കമ്മിറ്റി കൂടിയാൽ മതി, സ്വഭാവത്തിന്റെ മാറ്റം നമുക്കറിയാം. ഒരുപക്ഷെ തമ്പേറടിച്ച് നൃത്തം ചെയ്ത് തുള്ളിച്ചാടി അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചവരായിരിക്കാം സെക്രട്ടറിയും ഖജാൻജിയും അല്ലെ പ്രസിഡന്റും കമ്മിറ്റി അംഗങ്ങളും ഒക്കെ അല്ലെ. സഭയിലെ തുള്ളിച്ചാടി നൃത്തം ചെയ്ത് തമ്പേറൊക്കെ തല്ലിപ്പൊട്ടിച്ചവരായിരിക്കാം. പക്ഷെ അതുപോലെ നൃത്തം ചെയ്ത് ആരാധിച്ചവരായിരിക്കാം. ആരാധന കഴിഞ്ഞ് കമ്മിറ്റി മീറ്റിംഗ് കൂടുമ്പോൾ അറിയാം സ്വഭാവത്തിൽ ആരാധനയിൽ വന്ന മാറ്റം എന്താണ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അടിസ്ഥാനം, ഈ അടിസ്ഥാനത്തിൽ വളർന്നു വരുന്ന ഒരു ദൈവജനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിലുള്ള ആ ഭാവം എന്താണ്? ക്രിസ്തുവിൽ ഉള്ള ക്രിസ്തുവിന്റെ ഭാവം. അപ്പൊ അത് നമ്മൾക്ക് ഇന്ന് ചിന്തിക്കാനായിട്ട് സമയം പോരാ. അപ്പൊ നമ്മൾ അടുത്ത ആഴ്ചയിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു വന്ന ഒരു വിഷയം
ഓരോരുത്തൻ തന്നേക്കാൾ ശ്രേഷ്ഠമെന്ന് മറ്റുള്ളവരെ എണ്ണി ക്രിസ്തുവിലുള്ള ആ ഭാവം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താലും എങ്ങനെ ചെയ്യണം? കർത്താവിന് ചെയ്യുന്നു എന്നതുപോലെ ചെയ്യണം. അവിടെയാണ് പറഞ്ഞത് ഏകഭാവത്തോടെ ഐക്യമത്യപ്പെട്ട്, അല്ലെ, ഏക സ്നേഹം പൂണ്ട്. ഇവിടെ എന്താ ഏക സ്നേഹം എന്ന് പറയാൻ കാരണം? സ്നേഹങ്ങൾക്ക് പലവിധമായ പല സ്നേഹങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? സ്നേഹം എന്ന് പറഞ്ഞ ഒന്നല്ലേ ഉള്ളൂ, സ്നേഹം. അപ്പൊ ഏക സ്നേഹം എന്ന് പറയാൻ കാരണം എന്താ? അതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ക്രിസ്തുവിന്റെ സ്നേഹവും ലോകത്തിന്റെ സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ക്രിസ്തുവിന്റെ സ്നേഹം, ആ ക്രിസ്തുവിന്റെ ഏക സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം എന്താ? പ്രതിഫല ഇച്ഛയില്ലാത്ത സ്നേഹം. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? സ്വന്തം ജീവൻ അർപ്പണം ചെയ്തുകൊണ്ടുള്ള സ്നേഹം. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? ലാഭേച്ഛയൊന്നും ആഗ്രഹിക്കാതെയുള്ള സ്നേഹം. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? മറ്റുള്ളവരെ തന്നെ പോലെ തന്നെ കണ്ടുകൊണ്ടുള്ള സ്നേഹം. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? മറ്റുള്ളവർ തന്നെ പോലെ വളരണം എന്നുള്ള ആഗ്രഹിച്ചുള്ള സ്നേഹം. അപ്പോൾ ആ സ്നേഹത്തില് യാതൊരു കളങ്കവുമില്ല, കള്ളത്തരവുമില്ല, കാപട്യവുമില്ല. അവിടെയാണ് പൗലോസ് എടുത്ത് പറഞ്ഞത് ഏക സ്നേഹം കൊണ്ട്. ആ സ്നേഹമാണ് ക്രിസ്തുവിന്റെ സ്നേഹം എന്നുള്ളത്. അപ്പോൾ ആ സ്നേഹത്തോടെ നാം ചെയ്യുന്നു. ഇനി പ്രസംഗമാകട്ടെ, പാട്ടുകളാകട്ടെ, ഇനി നമ്മൾ ചെയ്യുന്ന മിനിസ്ട്രിയിലേതുമായിക്കൊള്ളട്ടെ, ഇനി നമ്മൾ ചെയ്യുന്ന മറ്റുള്ളവർക്കുള്ള സൽപ്രവൃത്തിയാകട്ടെ, നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആകട്ടെ, നമ്മൾ ചെയ്യുന്ന ജോലിയാകട്ടെ, എന്താണെങ്കിലും നാം ചെയ്യുന്ന സകല പ്രവൃത്തികളിലും എങ്ങനെ ചെയ്യണം? ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകാത്മാവിൽ നമ്മൾ ചെയ്യണം. എങ്ങനെ ചെയ്യണം? താഴ്മയോടെ ചെയ്യണം. മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് കണ്ടുകൊണ്ട് ചെയ്യണം. ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ആ ക്രിസ്തുവിന്റെ ഭാവത്തെ കുറിച്ച് 11 മുതൽ 11 വരെയുള്ള ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിട്ടുണ്ട്, അല്ലെ? ദൈവരൂപമായിരിക്കെ ദൈവത്തോടുള്ള സദൃശ്യം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ, അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അല്ലെ? അവൻ ദൈവരൂപത്തിലിരിക്കെ, 6-ാമത്തെ വാക്യമാണ്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുക്രിസ്തുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ക്രിസ്തുവിന്റെ ഭാവത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ഭാവം എങ്ങനെയാണ്? ദൈവമായിരിക്കെ, അല്ലെ? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യനായി ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. കണ്ടോ? ക്രിസ്തുവിന്റെ ഭാവത്തിന്റെ പ്രത്യേകത എന്താ? നമ്മൾ രക്ഷ പ്രാപിക്കേണ്ടതിന്, നമ്മൾ നിത്യതയിൽ എത്തിച്ചേരേണ്ടതിന്, നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന്, നമ്മൾ പാപത്തിൽ നശിച്ചു പോകാതിരിക്കേണ്ടതിന്, പാപമില്ലാത്ത യേശു, ദൈവരൂപത്തിലിരിക്കുന്ന യേശു, ദൈവമായിരിക്കുന്ന യേശു ദാസരൂപമെടുത്തു, മനുഷ്യ സദൃശ്യത്തിലായി മനുഷ്യവേഷം ധരിച്ചു, മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു, നമ്മൾ നശിച്ചു പോകാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മറ്റുള്ളവർ നശിച്ചു പോകാതിരിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, അപ്പോൾ ക്രിസ്തുവിലെ ഭാവം എന്ന് പറഞ്ഞാൽ എന്താ? നശിച്ചു പോകുന്ന ജനം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, അവരെ വീണ്ടെടുക്കുവാൻ നാം ഈ ദിവസങ്ങളിൽ പ്രതികൂലങ്ങളെ കണ്ട്, പ്രതിസന്ധികളെ കണ്ട്, പ്രതിബന്ധങ്ങളെ കണ്ടുകൊണ്ട്, ഭയപ്പെട്ടുകൊണ്ട്, മടിച്ചു നിൽക്കാതെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ, അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ മനുഷ്യവേഷത്തിലായി, മനുഷ്യ രൂപത്തിലായി ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുവാനിടയായി തീർന്നു.
പ്രൈസലോ. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ അധികാരങ്ങൾ, നമ്മുടെ പദവികൾ, നമ്മുടെ സ്ഥാനമാനങ്ങൾ, നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസങ്ങൾ, ഡിഗ്രികൾ, നമ്മൾ അതിൽ വില കൊടുത്ത് നിൽക്കുകയാണോ? അല്ലെങ്കിൽ പേരിനും പ്രശസ്തിക്ക് വേണ്ടി നമ്മൾ നിൽക്കുകയാണോ? എന്നാൽ തിരുവചനം പറയുന്നു, ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിച്ചതുപോലെ, ഞാൻ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. അപ്പോസ്തലനായ ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ ശബ്ദം വിജനമായ പ്രദേശത്തേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു, നിർജ്ജനമായ ദേശത്തേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു. ഫിലിപ്പോസ് ആ ദൈവശബ്ദം ഏറ്റെടുത്തു. താൻ ദൈവം പറഞ്ഞതുപോലെ ആ ദേശത്തേക്ക് പുറപ്പെട്ടു. എന്താ സംഭവിച്ചത്? ദൈവം ഫിലിപ്പോസിന്റെ അനുസരണത്തെ കണ്ടു. ഫിലിപ്പോസിന്റെ ആ ഭാവത്തെ ദൈവം കണ്ടു. ഫിലിപ്പോസിന്റെ കയ്യിൽ കൊടുത്തത് ഒരു ചെറിയ ആളല്ലായിരുന്നു. ആരായിരുന്നു? നമുക്കറിയാം, ഒരു ധനകാര്യ മന്ത്രിയായ ഐത്യോപ്യനായ ഷണ്ണനെ ഫിലിപ്പോസിന്റെ കരങ്ങളിൽ ദൈവം കൊടുത്തു. ഫിലിപ്പോസ് അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു, അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി. അവിടെ നിന്നും ദൈവം അവരെ രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ഫിലിപ്പോസിനോട് ദൈവം പറഞ്ഞപ്പോൾ ദൈവശബ്ദം കേട്ട് ആ സ്ഥലത്തേക്ക് പോകാൻ മടിക്കാതെ, അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യാൻ മടിക്കാതെ അനുസരിച്ചപ്പോൾ ദൈവം ഫിലിപ്പോസിനെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാ. ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടി, ലോകത്തിന്റെ ഉണർവിന് വേണ്ടി, നമ്മളായിരിക്കുന്ന ദേശത്തിന്റെ ഉണർവിന് വേണ്ടി, നമ്മുടെ നാടിന്റെ ഉണർവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണരണമെങ്കിൽ നമ്മുടെ ഭാവങ്ങൾക്ക് ഒരു മാറ്റം വരണം. ഉണരണമെങ്കിൽ, ലോകം ഉണരണമെങ്കിൽ, നമ്മുടെ ഭാരതം ഉണരണമെങ്കിൽ, ഉണരുവാൻ പ്രാർത്ഥിക്കുന്ന എന്റെയും നിങ്ങളുടെയും മനോഭാവങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകണം. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് ഒരു മാറ്റമുണ്ടാകണം. ആ മാറ്റമാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പഠിപ്പിച്ചത്. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ. നശിച്ചു പോകുന്ന ജനത്തെക്കുറിച്ചുള്ള ഒരാത്മഭാരം ഉണ്ടാകണം, ആത്മദാഹം ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ ഉണരുവാൻ, അതേ ലോകം ഉണരും. അതേ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മെ ദൈവം ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിൽ തികഞ്ഞവരായി, ക്രിസ്തുവിൽ വളരുന്നവരായി ഈ ദിവസങ്ങളിൽ നമ്മൾ മാറുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സമയം കഴിഞ്ഞു പോകുന്നത് കൊണ്ട് ഞാനിവിടെ ഇന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുക. തുടർന്ന് ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് അടുത്ത ആഴ്ചയിൽ കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ഇടയായി തീരും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ക്രിസ്തുവിൽ തികഞ്ഞവരാകുന്നു എന്നുള്ളതിന്റെ സിംറ്റംസ്, അടയാളം എന്താണ്? ഫലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ആ അടയാളം മനുഷ്യനിൽ, വിശ്വാസികളിൽ വരുന്ന സ്വഭാവത്തിൽ വരുന്ന മാറ്റമാണ് വളരുന്നു എന്നുള്ളതിന്റെ അടയാളം എന്നാണ് നമ്മൾ ചിന്തിച്ചത്. അതിലൊരു ഭാഗമാണ് ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്നുള്ള ആ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണങ്ങൾ കൂടെ ചിന്തിച്ചു കൊള്ളട്ടെ എന്നുള്ള ആ ഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ ക്രിസ്തുവിലുള്ള ഭാവം എന്തൊക്കെയാണ് തുടർന്ന് നമ്മൾ അടുത്ത ആഴ്ചയിൽ ചിന്തിക്കുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ നമുക്കൊരു നിമിഷം ദൈവത്തോട് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയുമോ? നമ്മൾ ആത്മഭാരത്തോടെ ഈ നാളുകളിൽ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ലേ? ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ലേ? അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? നമുക്ക് ഇന്ന് രാത്രിയിൽ ആ ക്രിസ്തുവിലുള്ള വളർച്ചയിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ സ്വഭാവത്തിന് മാറ്റങ്ങൾ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ക്രിസ്തുവിൽ നമുക്ക് ക്രിസ്തുവിന്റെ ആത്മാവിൽ നമുക്ക് വളർച്ച പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതെ, ഇപ്പോഴും നമ്മൾ ദൈവത്തോട് നമ്മുടെ സാമ്പത്തിക ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണോ? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ സ്വഭാവത്തിൽ നമുക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിശ്വാസത്തിൽ വളരാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിശുദ്ധിയിൽ വളരാൻ കഴിഞ്ഞിട്ടുണ്ടോ? സത്യസന്ധതയിൽ വളരാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ക്രിസ്തുവിന്റെ ആത്മാവിൽ വളരാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചതുപോലെ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടോ എന്ന്
നിങ്ങളെ തന്നെ ശോധന ചെയ്യും. എങ്ങനെ അറിയാം ക്രിസ്തു നമ്മളിൽ ഉണ്ട് എന്നുള്ളത്? നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളോട് കൂടെയുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് കൊള്ളാകുന്നവരാകുന്നു എങ്കിൽ യേശു ക്രിസ്തു നമ്മളോട് കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ തന്നെത്താൻ ഇന്ന് രാത്രിയിൽ നമുക്കൊന്ന് ശോധന ചെയ്യാനായിട്ട് കഴിയുമോ? നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളെ അടയ്ക്കാം. എന്നോട് ചേർന്ന് ഈ മീഡിയയിലൂടെ ഉള്ളവർ, അത് കേൾക്കുന്ന എല്ലാവരും ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ക്രിസ്തുവിൽ തികഞ്ഞവരായി വളരുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു, എന്റെ സ്വഭാവം ക്രൂശിക്കപ്പെട്ടു, എന്റെ കണ്ണുകൾ ക്രൂശിക്കപ്പെട്ടു, എന്റെ കാലുകൾ ക്രൂശിക്കപ്പെട്ടു, എന്റെ കൈകൾ ക്രൂശിക്കപ്പെട്ടു, എന്റെ മനസ്സ് ക്രൂശിക്കപ്പെട്ടു, എന്റെ നാവ് ക്രൂശിക്കപ്പെട്ടു, എന്റെ കാത് ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ട് അശുദ്ധമായത് കേൾക്കുവാൻ എന്റെ കാതുകളെ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. അശുദ്ധമായത് പ്രവർത്തിക്കുവാൻ എന്റെ കൈകളെ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. അശുദ്ധമായത് സംസാരിക്കുവാൻ, മറ്റുള്ളവരെ കുറ്റം പറയുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ പിറുപിറുക്കുവാൻ എന്റെ നാവിനെ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. ആവശ്യമില്ലാത്തത് ചിന്തിക്കുവാൻ എന്റെ ചിന്തകളെ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ കർത്താവിനോട് ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് ഞാനല്ല, ഇനി എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവത്രേ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി, ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരായി വളരുവാൻ കർത്താവേ എന്നെ ഞാൻ സമർപ്പിക്കുന്നു. എന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ കർത്താവേ. ഇന്ന് പകലക്കാലം ആത്മാവിനെ കൊണ്ട് മരിപ്പിക്കാൻ, എന്റെ പാപസ്വഭാവത്തെ മരിപ്പിക്കുവാൻ എനിക്കൊരു കൃപ നൽകണമേ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി എന്റെ കുറവുകളെല്ലാം അങ്ങ് ക്ഷമിക്കണമേ. മറ്റുള്ളവരുടെ ഗുണം നോക്കുവാൻ നശിച്ചു പോകുന്ന കർത്താവേ, ഇടം കൈ വലം കൈ തിരിച്ചറിയാതെ പാപത്തിൽ നശിച്ചു പോകുന്ന അനേകർ, ഞങ്ങളുടെ ഭാരതത്തിലെ 6,63,000 ചില്ലാൻ വരുന്ന ഗ്രാമങ്ങളിൽ നശിച്ചു പോകുന്ന അനേക വ്യക്തികളെ നേടിയുള്ള ആത്മഭാരത്തോടെ, ആത്മദാഹത്തോടെ ഈ നാളുകളിൽ ഞങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കേണ്ടതായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ തിരുപാദപ്രതിയിലേക്ക് ഞങ്ങൾ സമ്പൂർണമായി ഏൽപ്പിക്കുകയാണ്. ഈ രാത്രി കാലം കർത്താവ് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. ഈ രാത്രിയിൽ കർത്താവെ അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. സ്വർഗം അങ്ങനെ ചെയ്ത കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവേ, ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. ഒരു ദൈവകൃപ തന്നെ ജനത്തിന്റെ മേൽ അങ്ങ് പകരണമേ. രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗികളും സൗഖ്യമാകേണ്ടതിനു വേണ്ടി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ വിശ്വാസത്തിന്റെ അളവുകൾ വർദ്ധിച്ചു വരട്ടെ കർത്താവേ. പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഞങ്ങളുടെ ജനം ഇറങ്ങി വരട്ടെ കർത്താവേ. കർത്താവേ, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി, ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരായി, ക്രിസ്തുവിന്റെ അഭിഷേകമുള്ളവരായി ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനവും വിടുവിക്കപ്പെടട്ടെ. പിശാചിന്റെ കുതന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോകട്ടെ. ജനത്തെ പാപത്തിലേക്ക് കർത്താവെ വലിച്ചിഴയ്ക്കുന്ന, നാശത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന, ശാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന, കർത്താവെ ശിക്ഷാവിധിയിലേക്ക് വലിച്ചിഴയ്ക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടട്ടെ. ഓരോ ഭവനങ്ങളിലും ഓരോ ശരീരങ്ങളിലും ദൈവ സാന്നിധ്യം ഇറങ്ങി വരാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. തൃക്കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജനത്തെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കും. സ്വർഗം അങ്ങനെ ചെയ്ത കൃപയ്ക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. അത് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സഹകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്തും പ്രത്യേകമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.